ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നീട് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. ആ നുറുക്കിയെടുത്ത് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കഴുകി എടുത്തിട്ട് അതിന് ബ്ലഡിൻ്റെ കളർ മാറുന്നോടം വരെ കഴുകിയെടുത്തു. പിന്നീട് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചു. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് ബീഫിന് നുറുക്കിയ കഷ്ണങ്ങളിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ടു. പിന്നീട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി എടുത്തു കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചു. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ചു. 180 ml വെള്ളമാട്ടോ ഞാൻ ചേർത്തത്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് സ്റ്റവിൽ വെച്ചിട്ട് ഒരു 5 വിസിലടിക്കുന്നിടം വരെ വെച്ചു. പിന്നീട് 4 സവോളയും 1 മീഡിയം സൈസ് ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തു. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയെല്ലാം അതിനകത്ത് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെക്കണം. പിന്നീട് 2 തക്കാളി പഴുത്തതെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. പിന്നീട് അത് തുറന്ന് നോക്കിയിട്ട് ഇളക്കുന്നത് ഇളക്കിയിട്ട് കുറച്ച് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കണം. അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തു. പിന്നീട് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നേരത്തെ അടിച്ചു വെച്ച് പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് മാറുന്നോടം വരെ തക്കാളി പേസ്റ്റ് അതിന് അടച്ചു വെക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു മീറ്റ് മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് തുറന്ന് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച്
പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന ഒരു നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട്, പിന്നെ വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളം. പിന്നെ ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. തിളച്ച് വരുമ്പം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, പെരുംജീരകം, തക്കോലം ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വെച്ചത് കേട്ടോ. അതിൽ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നീട് അതൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മല്ലിച്ചപ്പും കുറച്ച് പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ പിന്നീട് അധികം സമയം തിളപ്പിക്കേണ്ട, സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് കറി എടുക്കാം കേട്ടോ. അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് പച്ചക്കപ്പേനോടെ കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. താങ്ക് യു.